ഇടയ്ക്ക് നമ്മുടെ പിന്നെ ശിവപ്രസാദ് വിളിച്ചായിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ പെട്ടുപോയി. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇനിയും ഇന്നത്തെ എന്താണ് സ്ട്രക്ചറൽ മോഡൽ വിത്ത് അബ്സല്യൂട്ട് സ്റ്റേറ്റസ് ഓൾറെഡി ഇൻ യൂസ്. അപ്പൊ ആ സ്ട്രക്ചറൽ മോഡൽ എന്തിനനുസൃതമായിട്ട് നമുക്ക് നോക്കണം. ഇതുപോലെ മറ്റേ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു സ്കീമറ്റൈസേഷൻ ഉണ്ടല്ലോ. അതായത് ഹലോ കേൾക്കുന്നുണ്ട്. ആ സ്കീമറ്റൈസേഷൻ പോലെ അതിന് അനുസൃതമായിട്ട് അങ്ങനെയുള്ളതാണോ എന്ന് നമുക്ക് നോക്കണം. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അതിനെ കുറിച്ച് അറിയാം. അതായത് ഹോറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, അങ്ങനെ ആ കാര്യം സ്ട്രക്ചറൽ മോഡൽ വിത്ത് അബ്സല്യൂട്ട് സ്റ്റേറ്റസ് ഓൾറെഡി ഇൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആക്ടിവിറ്റീസിൽ നമ്മുടെ ഈ ഇവിടെ ഒരു 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 ഫീൽഡ് ഉണ്ട് വേർ ദിസ് ഇസ് വർക്കിംഗ് അറ്റ് ദാറ്റ് ലെവൽ. അബ്സല്യൂട്ട് സ്റ്റേറ്റസ് ഉള്ള ഒരു സ്ട്രക്ചറൽ മോഡൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ, അതായത് നമ്മുടെ ആ ഒബ്സർവേഷനും മനസ്സിലാത്തേക്കുന്ന ഇദ്ദേഹം ഈ അബ്സല്യൂട്ടിനെ ഡിഫൈൻ ചെയ്യാൻ ഈ കളറൊക്കെ എന്തിനാണോ തോന്നുന്നത്? കളറൊക്കെ ഉപയോഗിക്കുമ്പം കളറിന്റെ കാര്യം പറയുമ്പം ഒന്ന് ആ വേരിയേഷൻസ്, കാരണം ബ്ലാക്കിന്ന് വൈറ്റിലോട്ട് പോകുമ്പോ ഇതിന് ഉള്ളിൽ ഇടയ്ക്ക് അല്ലേ മറ്റേ കളേഴ്സ് ഒക്കെ ഉള്ളത്. അല്ല, അത് അക്രോമാറ്റിക് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോകും. ഞാൻ ചോദിക്കുന്നത് സ്പേസുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടല്ലോ. ഇവിടെ സ്പേസും ഇതും കണക്ട് ചെയ്യുന്നു. അതായത് പറയുന്നത് കോണിക്സ് എന്ന് പറയുന്നത് അത് ഈ പെയിന്റേഴ്സും ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. അതായത് രണ്ട് കോൺസ് അതിന്റെ ആ പരന്ന ഭാഗം വെച്ച് നോക്കുമ്പം അവർക്ക് അങ്ങനെ കിട്ടുന്ന ഒരു മോഡല്, അതായത് രണ്ട് വശവും കൂർത്തിരിക്കുന്ന അങ്ങനെ ഒരു സാധനം. സംവോട്ട് ലൈക്ക് എന്താണ് നമ്മുടെ ഈ കുറ്റിയും കോളും കളിക്കുമ്പം ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കൂർപ്പിച്ച് രണ്ട് സൈഡും വെച്ച് പിള്ളേർ അടിച്ചിട്ട് തെളിപ്പിക്കുന്നത്. ആ ഒരു ഷേപ്പിലുള്ള സാധനമാണ്. അതിനകത്ത് ആ സ്പേസിനകത്ത് അവർ പല പല ഹ്യൂസ് അവർക്ക് പെയിന്റ് ചെയ്ത് പ്രകടിപ്പിക്കുന്നത് മോഡൽ അവരുടെ അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോണിക്സിനകത്ത് അവരിത് ഇങ്ങനെ വരയ്ക്കുമ്പം എന്താണ് ഉള്ളത്, ആ കളേഴ്സ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒരു കോണിനകത്ത് എങ്ങനെയായിരിക്കും അവരത് വരയ്ക്കണ്ടേ? ഒരു സർക്കിൾ പോലെയോ അല്ലെങ്കിൽ എലിപ്സ് പോലെയോ ഒരു കോണിനകത്ത് പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പം സർക്കിൾ പോലെ വരയ്ക്കാതിരിക്കാം, താഴോട്ട് വരുമ്പോഴും സർക്കിൾ വരയ്ക്കാമായിരിക്കാം. പക്ഷെ ഒരു ചെറിയ ചില പ്ലെയിൻസ് ചരിച്ച് വരയ്ക്കുവാണെങ്കിൽ, ഇപ്പം നമ്മളൊരു കോണുണ്ടെങ്കിൽ കോണിന്റെ ഐസ്ക്രീം കോൺ കമത്തി വെച്ചിരിക്കുന്നു. ഐസ്ക്രീം കോൺ കമത്തി വെച്ചിരിക്കുന്നതിന്റെ മോൾ ഭാഗത്ത് ഉള്ളിലെടുത്ത് നോക്കിയാൽ ഒരു പ്ലെയിനായിട്ട് ഒരു സർക്കിൾ പോലെ നമുക്ക് വരച്ചിട്ട് അവിടെ ഒരു പ്ലെയിൻ സങ്കല്പിക്കാമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു എത്ര മനസ്സിലായോ? ഒരു 15 ഒരു രൂപ നാണയം പണ്ട് ഒരു പൈസ നാണയം കിട്ടുമായിരുന്നല്ലോ. അത് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് വെച്ചാൽ ആ ലെവലിൽ അവിടെ അങ്ങ് നിന്നോളും. അപ്പൊ ഔട്ട്ലൈൻ എങ്ങനെ ആയിരിക്കും? ഒരു സർക്കിൾ പോലെ ആയിരിക്കും. സോ എ സർക്കിൾ ഇസ് ഡിഫൈൻഡ് ഇൻ ദാറ്റ് പ്ലെയിൻ, സാങ്കല്പിക പ്ലെയിൻ. മനസ്സിലായോ? അപ്പോ അവിടെ അതിനകത്ത് അവര് ചിലപ്പം ചില കളർ കൊടുക്കും. പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പം ഈ സർക്കിൾ പോലെ ഇങ്ങനെ തന്നെ നമ്മൾ എടുത്താൽ സർക്കിൾ ആയിരിക്കും വരുന്നത്. പല 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 ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് ഇല്ലേ? അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് ഇല്ല, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് പ്ലെയിൻസ് പറ്റുമോ അതിനകത്ത് അത്രയും തന്നെ നമുക്ക് പല ഹ്യൂസ് കാണിക്കാം, കളേഴ്സ് കാണിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഇത് അങ്ങനല്ല. ഒരു കോണിനകത്ത് നമ്മൾ ആ പ്ലെയിൻ ഇങ്ങനെ, അതായത് ഏറ്റവും താഴത്തെ പ്ലെയിനിന് പാരലൽ അല്ലാതെ ആ പ്ലെയിൻ ഒന്ന് ചരിച്ചേ, ആ സാങ്കല്പിക പ്ലെയിനിൽ നമ്മൾ ഒന്ന് വരയ്ക്കുവാണെങ്കിൽ അവിടെ ആ വരച്ച് വരുന്ന സാധനം ഒരു പെർഫെക്റ്റ് സർക്കിൾ ആയിരിക്കത്തില്ല, എലിപ്സ് ആയിരിക്കും. എലിപ്സ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡോ? എലിപ്സ് ആയിരിക്കാം. പിന്നെ ഈ എലിപ്സിന്റെ പൂർത്തീകരിച്ച് അങ്ങനെ വട്ടമാക്കുമ്പോഴാണ് എലിപ്സ് ആവുന്നത്. പൂർത്തീകരിച്ച് ആക്കിയില്ലെങ്കിൽ
അതായത് കുറച്ചങ്ങോട്ട് മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ മോളിൽ പോയി അതേ പ്ലെയിനിൽ ഇങ്ങനെ വരച്ച് ഇങ്ങോട്ട് താഴെ വരെ വരത്തില്ല. അങ്ങനെ വെക്കുമ്പോൾ ദാറ്റ് വിൽ ബിക്കം വൺ പാരബോല. എന്നാൽ നേരെ മറിച്ച് ആ നമ്മൾ ഇൻവേർട്ടഡ് ഫിഗർ ആയിട്ട് അങ്ങനെ വരച്ചാൽ ആ പ്ലെയിനിൽ ടു ബി എ ഹൈപ്പർബോല. അപ്പോൾ ഇങ്ങനെ ഈ കോണിനകത്ത് ജിയോമെട്രി ഷേപ്സ് പലതും വരയ്ക്കാൻ പറ്റും. അങ്ങനെ ഉള്ള സ്പേസിൽ അപ്പം സ്പേസിൽ ജിയോമെട്രിയുടെ ഡിഫറെന്റ് ഷേപ്സ് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ കോണിക്സിനകത്ത് സ്പേസിന്റെ പല ഈ സ്പേസ് ഉപയോഗിക്കുന്നതനുസരിച്ച് ജിയോമെട്രിയുടെ പല എന്താ പറയാ ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് സ്പേസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്പേസ്. അപ്പൊ കോണിനകത്ത് ആ സ്പേസിന്റെ ആ ഒരു ഫാക്ടർ വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ വരയ്ക്കുമ്പോ ഒക്കെ എന്താണ് ആ സ്പേസിൽ വരുന്ന വര എല്ലാം എങ്ങനായിരിക്കും? കേർവ്സ് പോലല്ലേ വരുന്നത്, വളഞ്ഞു വരുന്നത്, സ്പേസിനകത്ത് വളഞ്ഞു വരുന്നത്. സോ ദാറ്റ് ഇസ് കോണിക്സ് ഇസ് എ ബ്രാഞ്ച്. അപ്പൊ എങ്ങനെ ഈ കണക്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് അത് നോക്കണം. അപ്പൊ അത് പറയാം. കോണിക് നമുക്ക് നോക്കാം. വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നോട്ട് ദാറ്റ് വി നോ ഇറ്റ് വെരി ഡെഫിനറ്റ്ലി. വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെ കണക്ഷൻ വരുന്നതെന്ന്. കോണിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ജിയോമെട്രി which much favored by ancient astronomers because of the various curves, shapes or lines it accommodates within its scope of study. കാരണം അവര് ഔട്ടർ സ്പേസിലോട്ട് പോകുമ്പോഴാണ്, സ്പീഡ് ഓഫ് ലൈറ്റിൽ ചലിക്കുമ്പോഴാണ്, ഡയലേഷൻ ഓഫ് ടൈം മറ്റേതും ഒക്കെ വരുമ്പം അവിടെ സ്പേസിന് എന്തോ ഇല്ലെന്ന് പറയും, യൂണിഫോമിറ്റി ഇല്ല, അങ്ങനെ ഒക്കെ പോയിന്റിലോട്ട് വരത്തില്ല നമ്മൾ. അപ്പോൾ ആ ഒരു അസ്ട്രോണമേഴ്സിന് ആ ഒരു കാര്യം, അതൊക്കെ കോസ്മോളജിസ്റ്റ് ഓൾസോ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ആസ്പെക്ട്. അപ്പോൾ അങ്ങനെ സ്പേസിനെ സംബന്ധിച്ച് ഉള്ള ആ ഒരു പണ്ടത്തെ ആ അസംഷൻ ദാറ്റ് ഇറ്റ് ഈസ് യൂണിഫോം ആൻഡ് ദെയർഫോർ യൂക്ലിഡിയൻ ജോമെട്രി പ്രകാരം എന്താണ് നമ്മൾ എന്തെങ്കിലും മെഷർമെന്റ് ചെയ്യുകയാണെങ്കിൽ പേപ്പർ ആൻഡ് പെൻസിൽ ഒരു ഫ്ലാറ്റ് സർഫസിൽ ചെയ്യുന്നത് പോലെ അല്ല ഇത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അപ്പൊ ഈ ഒരു വസ്തുത, അതായത് കോണിക്സില് സ്പേസിലുള്ള പല ജോമെട്രിക് ഫിഗേഴ്സ് സാധിക്കുന്ന ആ ഒരു ഇതെടുക്കുമ്പം ഈ എടുക്കുന്ന സ്പേസും പിന്നെ ഈ ഒരു മോഡൽ, കോണിന്റെ മോഡൽ രണ്ടെണ്ണം ജക്സ്റ്റാപോസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ചോദിക്കുന്നതല്ല, ഈ കളേഴ്സ് ഉണ്ട്, അതിന് പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട്. അത് സ്പേസസ് അതിൻ്റെ അകത്തേക്ക് ഈ കളേഴ്സിനെ ആട്രിബ്യൂട്ട് ചെയ്ത് ഒരു കോണും കളറും തമ്മിൽ എന്ത് റിലേഷൻ ആണ്? അത് അവിടെ പറയുന്നത് സ്ട്രക്ചറൽ മോഡൽ വിത്ത് ആബ്സല്യൂട്ട് സ്റ്റേറ്റസ് ഓൾറെഡി ഇൻ യൂസ് ഇസ് ദിസ്. When two cones have their circular bases juxtaposed, we have a structural model. Such a model is used nowadays by paint dealers who probably adopted this model primarily for reasons of utility and have taken to its use as if by chance in their effort to link names or numbers or letters or other monomarks of a graded series of referables to all possible colors distributed conveniently in space. ആ കോർഡിനേറ്റ് സ്പേസിൽ ഇത് അവര് പല നിറവും കാണിച്ചിട്ട് എന്നിട്ട് അതിന് ഓരോരോ നമ്പറോ വല്ലതും ഇട്ട് കൊടുക്കും, ആൽഫബറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഇട്ട് കൊടുക്കും. അപ്പൊ സ്പേസും കളറും ഈ പെയിന്ററിന്റെ ആക്ടിവിറ്റിയിലാണ്, അദ്ദേഹത്തിന്റെ പിന്നെ എന്താണ് ഡീലിങ്സിലാണ് ഇത് വരുന്നത്. സോ അത് മാത്രമല്ല, ഈ കളേഴ്സും ഡിസ്ട്രിബ്യൂട്ടഡ് കൺവീനിയന്റ്ലി ഇൻ സ്പേസ് വിത്ത് ആൻ ഇൻട്രിൻസിക് ഓർ ആബ്സല്യൂട്ട് സ്ട്രക്ചർ ഓഫ് ഇറ്റ്സ് ഓൺ. അവിടെ അതും വരുന്നുണ്ട്. വിത്ത് ആൻ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആയിട്ട് ഇൻട്രിൻസിക് ആൻഡ് ഓർ ആബ്സല്യൂട്ട് സ്ട്രക്ചർ ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ സ്പേസും കളറുമായിട്ട് ഉള്ള ഒരു ആ കണക്ഷൻ അവിടെ അതാണ് ദാറ്റ് ഈസ് ദ സ്ട്രക്ചറൽ മോഡൽ ഇൻ the painting industry, a structural model with absolute status that is already in use. അതുകൊണ്ടാണ് പിന്നെ
ആദ്യം സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കളറിനെ കുറിച്ച് പറയുന്നത്. ആദ്യം സ്പേസിനെ കുറിച്ച് പറയുന്നത് സ്പേസ് പണ്ട് യൂക്ലിഡിയൻ പിന്നെ ഇത് പ്രകാരം ജോമെട്രി പ്രകാരമാണെങ്കിൽ ഇറ്റ് ഇസ് കൺസിഡർഡ് സ്പേസ് ഇസ് കൺസിഡർഡ് ടു ബി വാട്ട് ഇസ് ദറ്റ് യൂണിഫോം ലൈക്ക് ആൻഡ് ഹോമോജീനസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് the structure of space of Lobachevsky and Riemann. പിന്നെ അത് ഉണ്ടായത് എന്തുകൊണ്ട് അവരവിടെ പറയുന്ന എന്താണ്, ഇറ്റ് ഈസ് സ്ഫെറിക്കൽ ബൗണ്ടറി ഉണ്ടെന്ന്. അപ്പോൾ നോട്ട് ദറ്റ് ഫ്ലാറ്റ് ടൈപ്പ്. സോ ദ സ്ട്രക്ചർ ഓഫ് സ്പേസ് ഓഫ് ബോത്ത് ദീസ് പീപ്പിൾ resulted from a similar search when Euclidean space was found to be inadequate. അപ്പോൾ യൂക്ലിഡിയൻ കൺസെപ്റ്റ് എന്താണ്? യൂക്ലിഡിയൻ ജോമെട്രി സീക്സ് ടു അണ്ടർസ്റ്റാൻഡ്, അത് നമ്മൾ നോക്കി ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. യൂക്ലിഡിയൻ ജോമെട്രി സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ജോമെട്രി ഓഫ് ദ ഫ്ലാറ്റ് 2-dimensional സ്പേസസ്. അതാണ് അതിന്റെ റെസ്ട്രിക്ഷൻ. അപ്പോൾ സോ ബേസ്ഡ് ഓൺ ദ സെൻസസ് ആൻഡ് ഓൾ ദറ്റ് ഉണ്ടായ പെർസെപ്ഷൻ, നോൺ യൂക്ലിഡിയൻ സ്റ്റഡീസ് curved rather than flat surfaces. ഇതാണ്. അപ്പോൾ Lobachevsky's and Riemann's study involved non-flat surfaces or curved surfaces. മറ്റേത് യൂക്ലിഡിയൻ ആണെങ്കിൽ ഫ്ലാറ്റ് സർഫസസ്. എന്തൊക്കെ പറഞ്ഞാലും ഇത് മാറ്റിയെങ്കിലും സ്റ്റിൽ അത് രണ്ടും അവര് ഉൾപ്പെടുത്തുക. എന്നിട്ട് ചില മോഡൽസ് നമ്മൾ നോക്കിയാൽ കാണാം, എർത്തിനെ ഇങ്ങനെ റൗണ്ടായിട്ട് കാണിച്ചിട്ട് അതിന് ഉള്ളിൽ അവര് ഈ എലിപ്സും ഒക്കെ വരച്ച ചില ഡയഗ്രാംസ് അതിനകത്ത് കാണും. ഈ ലോബാചെവ്സ്കിയുടെ എടുക്കുമ്പോൾ ലോബാചെവ്സ്കീസ് പിന്നെ മോഡൽസ് ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ വി നോ ദാറ്റ് മെനി വെറൈറ്റീസ് ഓഫ് ജോമെട്രി നൗ ഇൻ വോഗ് in the mathematical world began with the epoch-making analytical geometry of Descartes, who is its immortal founder. We have also referred to the law which states that progress in mathematical thought takes place by means of workability or utility of certain innovations. പക്ഷെ ആ ഇന്നോവേഷൻസ് ചെയ്യുമ്പം ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും പണ്ട് OG സട്ടൺ പറഞ്ഞിട്ടുണ്ട്, അവര് പിന്നെ മാത്തമാറ്റീഷ്യൻസ് ക്യാൻ ബി ഹെററ്റിക്. അവർക്ക് കാര്യം അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ ഉടനെ അവർ മാറ്റും, അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന്. ഓർക്കുന്നുണ്ടോ? പണ്ട് ഏതോ ഒരിടത്ത് പഠിച്ചത് മാത്തമാറ്റിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാത്തമാറ്റീഷ്യൻസ് അങ്ങനത്തെ ഉള്ളവരാണ്. ഇറ്റ് ഇസ് ഗിവൻ ഇൻ പേജ് 104. പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു റിമെമ്പർ. മാത്തമാറ്റീഷ്യൻസ് ആർ ഓൾമോസ്റ്റ് ഇൻ ദർ ഇങ്ങനെ പറയുന്നത്. ദാറ്റ് ഇസ് Sutton says, O.G. Sutton points out that the role of mathematics in general, he proves that of revealing underlying relational structure of actual experience. The first task of mathematicians, mathematicians are no respecters of tradition, but incorrigible heretics who are prepared to change the ground and invent new systems of thought as soon as the old is seriously challenged. അപ്പോൾ യൂക്ലിഡിയൻ ചാലഞ്ച് ചെയ്തപ്പെട്ടപ്പം ലോബാചെവ്സ്കിയുടെയും റീമനിന്റെയും ആക്സെപ്റ്റ് ചെയ്തു. അവരത് മാത്തമാറ്റീഷ്യൻസ് അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതിന്റെ ജോമെട്രി അങ്ങനെ നോക്കുമ്പം എന്താണ്, നോട്ട് ലൈക്ക് ദറ്റ് ദ ഓൾഡ് ദിസ്, അതിനകത്ത് എന്തോ വരുന്നു, ഓൾ ദോസ് ഷേപ്സ് ഇൻ ദറ്റ് കോണിക്കൽ സ്പേസിൽ വരുന്നതെല്ലാം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആ ജോമെട്രീസ് എല്ലാം. അപ്പോൾ സോ mathematics is based on axiomatic thinking, but as O.G. Sutton has pointed out, mathematics are no respecters of tradition. അപ്പോൾ അപ്പോൾ എന്തുവാ ഈ സ്പേസ്. അപ്പോൾ പെയിന്റേഴ്സിന്റെ കളർ പെയിന്റ് ചെയ്യാൻ പോകുന്ന ആ സ്ഥലത്ത് ആ സ്പേസിനെ കുറിച്ച് അതെങ്ങനത്തെ സ്പേസ് ആണെന്ന് ഈ പുതിയ ഇത് പ്രകാരം. അപ്പം അതെങ്ങനാ, അപ്പൊ ഈ യൂക്ലിഡിയനെ തള്ളിയിട്ട് മറ്റേ രണ്ടുമാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. അതിനെ രണ്ടിനെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നിട്ട് അത് ഹിൽബർട്ട് അത് രണ്ടിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. There are at present two interesting sets of geometry, one before and the other after the structure of space has been revised. That space is flat
and then the space is curved. ഇത് രണ്ടും മാറി റിവൈസ് ചെയ്ത് വന്നപ്പം ഫ്ലാറ്റിൽ നിന്ന് റിവൈസ് ചെയ്ത് കർവ്ഡ് ആണെന്ന് വന്നത്. The latter gives, that is the revised ആയിട്ട് curved ആണെന്ന് പറയുന്നത്. The latter gives its qualitative content without being rigidly confined within the axioms of the elements of Euclid. അപ്പോ യൂക്ലിഡ് പറയുന്നത് പോലെയല്ല, അതിൽ നിന്നും കുറച്ചുകൂടെ ക്വാളിറ്റേറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വേരിയേഷൻ. ഈ വാക്യം നമ്മൾ മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ക്വാളിറ്റേറ്റീവ്. അപ്പോൾ കുറെ അതിന്റെ വേരിയസ് ടൈപ്സ് ഓഫ് പെർസെപ്റ്റീവ് ചേഞ്ചസ് ഉള്ള എക്സ്റ്റൻഷൻസ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ലാറ്റർ പറയുന്നത് റിവൈസ്ഡ് കർവ്ഡ് എന്ന് പറയുന്നത് പിന്നെ വിത്തൗട്ട് ബീങ് റിജിഡ്ലി കൺഫൈൻഡ് വിത്ത് ആക്സിയോംസ് ഓഫ് യൂക്ലീഡിയൻ കൺസെപ്റ്റ് സ്പേസ്. പക്ഷെ ദ ഫോർമർ, അതായത് ഫോർമർ എന്ന് പറയുമ്പോൾ കർവ്ഡ് സർഫസ് ഉള്ളതാണ് പറയുന്നത്. The former called the Euclidean geometry is not, however, ruled out altogether, but finds its place as one instance among the other geometry. Appa random incorporate ചെയ്യുന്നുണ്ട്. Together they all form an independent, whole, fully formalized geometry by Hilbert. This geometry is to be thought of in purely abstract qualitative terms. അപ്പോൾ രണ്ടും ഇങ്ങനെ ഉൾപ്പെടുത്തുമ്പം അപ്പോൾ ക്വാളിറ്റേറ്റീവ് ടേംസ് ഉണ്ട്, വെറൈറ്റി ഉണ്ട്, എങ്കിലും ഇൻ ആബ്സ്ട്രാക്ട് ക്വാളിറ്റേറ്റീവ് ടേംസ് ആൻഡ് ആക്ച്വൽ തിങ്സ് ആസ് പർട്ടിക്കുലേഴ്സ് ഇൻ ലൈഫ് ആസ് ഹാവിംഗ് എ മിയർ arithmetical status are to be strictly kept away from prejudicing our thoughts here. അപ്പോൾ എവിടും സൈഡ് എടുക്കാതെ കുറച്ചുകൂടെ ആ ഹോൾസമായിട്ട് കൺസിഡർ ചെയ്യാനുള്ള ആ ജോമെട്രിയെ കുറിച്ചുള്ള കാര്യം ആണ് അവര് ഈ സ്പേസിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു കാഴ്ചപ്പാട്. പിന്നെ അപ്പൊ ഈ സ്പേസിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട് കാരണം അതിനകത്ത് ഇപ്പം കളർ ഫില്ല് ചെയ്യാൻ പോവാണ്. ബിഫോർ ദാറ്റ് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. Euclidean geometry is an ancient discipline meant primarily for the purpose of measuring land, and as such paper and pencil surface context suffice for its functioning. അത് മതി, വരച്ച് represent ചെയ്യാൻ. Now space can be thought of without metric ideas. ലെങ്ത്തും മറ്റേതും ഒക്കെ പറയാതെ ഫ്ലാറ്റ് സർഫസിനെ ബന്ധിച്ചല്ല പറയുന്നത്. അതിന് പകരം എന്തോ ഉണ്ട്, കർവിങ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് സ്പേസിൽ നമുക്ക് എന്തോ വരാം. ഈ അളക്കുന്ന തുക മാത്രമല്ല, സ്കെയിലാർസ് മാത്രമല്ല, ദിക്ക് പ്രകാരം ആ ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരും. വെക്ടോറിയൽ ജോമെട്രി വരും. അപ്പൊ സ്കെയിലാർ വരാം, വെക്ടോറിയൽ വരാം. പിന്നെ ഈ ഫോഴ്സ് ഒരു ദിക്കിലോട്ട് പിന്നെ നീങ്ങുന്നതിന് അതിന് വെക്ടോറിയൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് ചലിക്കാം, ആ ഫോഴ്സിന് ചലിക്കാം, കറങ്ങാം. പമ്പരം കറങ്ങുന്നത് പോലെ ആ ഫോഴ്സിന് കറങ്ങാം. അങ്ങനെയൊക്കെ. അപ്പൊ ഒരു പമ്പരം കറങ്ങുന്നത് തന്നെ ഇപ്പൊ നോക്കിയാല് ഇറ്റ് ഇസ് സ്പിന്നിങ് അറൌണ്ട് ഇറ്റ്സ് ആക്സസ്. അപ്പൊ ആ ആക്സസിന്റെ ചുറ്റിനും സ്പിന്ന് ചെയ്യുമ്പം ഇറ്റ് ഈസ് സ്പിന്നിങ് അറൌണ്ട് ദാറ്റ് ഫോഴ്സ്. അച്ചുതണ്ടെന്ന് സങ്കല്പിച്ചാൽ ആ അച്ചുതണ്ടിന്റെ ഇമാജിനറി ആയിട്ടുള്ളതിന്റെ ചുറ്റിനും കറങ്ങുമ്പം ശരിക്കും പറഞ്ഞാൽ ആ ഫോഴ്സ് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ആ വെക്ടോറിയൽ ക്വാണ്ടിറ്റിയാണ് മുകളിലോട്ടാണ് അവർ റിപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ആരോ ആയിട്ട്. മനസ്സിലായി? അപ്പൊ ഇനിയും പമ്പരം നേരെ നിന്ന് കറങ്ങുവാണെങ്കിൽ അത് സാരയില്ല. പക്ഷെ പമ്പരം നേരെ നിന്നല്ല കറങ്ങുന്നത്, അത് പമ്പരം തന്നെ കറങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വട്ടത്തിൽ ഇങ്ങനെ കറങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഫോഴ്സും അച്ചുതണ്ട് ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുന്ന വെക്ടോറിയൽ ക്വാണ്ടിറ്റി അവനും കറങ്ങും. അതൊരു ടെൻസോറിയൽ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ വേരിയേഷൻ, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അപ്പോ സ്കെയിലാറിന്ന് സ്പേസില് ഈ യൂക്ലിഡിയൻ സ്പേസില് മാത്രം എടുത്താൽ പോരാ. കാരണം മറ്റേ സ്പേസ് കൂടെ എടുക്കണം. കാരണം അവിടെ സ്കെയിലാറും വെക്ടോറിയലും പിന്നെ ടെൻസോറിയലും ജോമെട്രി എല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടാണ് വരുന്നത്. With projective space, one thinks in terms of a situation and a surface helping us to fix them or analyze them in situ. In situ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യണമെങ്കിൽ, ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, ഈ വാക്ക് നമ്മൾ ഇതിന് മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഉള്ളിൽ നിന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഫിക്സ് ചെയ്യണം.
projective space brings the idea of continuity and disparity. അതാണ്. അപ്പം നമ്മൾ ഈ സ്പേസിനെ കുറിച്ച് പഠിക്കുമ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ പല 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 എന്താണ് ഡെവലപ്മെന്റ്സും പല പോസിബിലിറ്റീസും, അത് ആ പോസിബിലിറ്റീസ് ഇങ്ങനെ പലതും വരുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, എന്നാൽ വ്യത്യാസം ഡിസ്പാരിറ്റി രണ്ടും കൊണ്ടുവരുന്ന ഒരു അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് സ്പേസ് brings in the idea of continuity and disparity together in the analysis of space with its 1:1 correspondence between points understood as ensembles or groups, within its own abstract variety of space. അപ്പോൾ അതായത് പലതരം പിന്നെ സ്പേസിൽ ഉണ്ടാവുന്ന ഈ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ആയ ഒരു ആബ്സ്ട്രാക്ട് വെറൈറ്റി ഓഫ് സ്പേസിൽ അത് നടക്കുന്നു. All these emancipating factors have been operating in our time, justifying more and more structural language. വൈവിധ്യമുള്ള ഹൊറിസോണ്ടൽ ലൈനിൽ വരാനുള്ള സാധനങ്ങൾ കുറേ ഉണ്ട്. Helping in the analysis or integration of all proper and improper elements. Proper improper elements ഓർക്കുന്നുണ്ട്. ഇതിന് മുമ്പേ നമ്മൾ അസംബിൾസിനെ കുറിച്ച് പറഞ്ഞപ്പം പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ എലിമെന്റ്സ് വന്നത് ഓർക്കുന്നുണ്ടോ? ഇതിന് മുമ്പേ വന്നിട്ടുണ്ട്. അൻസംബിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു തവണ. ഇത് പേജ് 103 There are universal groups or ensembles in an infinite series. അവിടെ പറഞ്ഞിട്ടുണ്ട്. The delights and puzzles of mathematics വന്നിട്ടുണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ? ഇതായിരുന്നു അതിനകത്ത് പറഞ്ഞത്. There are universal groups or ensembles. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, ആ പോയിന്റ് ഇതാ പറയുന്നത്. There are universal groups or ensembles, ഞാനും വായിച്ചത്, in an infinite series which when taken with a zero refer to proper and improper elements, ശ്രദ്ധിച്ചോണേ, which between them distinguish respectively the same horizontal and vertical aspects in the world of mathematics. അപ്പൊ ആ പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ എലിമെന്റ്സ് എന്ന് പറയുന്നത് അതും ആ ഹോറിസോണ്ടലും വെർട്ടിക്കൽ ആയിട്ടുള്ള ആ രണ്ട് ആക്സിസിനെയാണ് റിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പേസിന്റെ അത് പേജ് നമ്പർ ഏകദേശം ഡിലൈറ്റ്സ് ആൻഡ് പസിൽസ് ഓഫ് മാത്തമാറ്റിക്സ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ പേജ് ശരാശരി it comes on the page 9900 ആ ഏരിയയിൽ എവിടെ വരും? പേജ് വ്യത്യാസമുണ്ട്. കിട്ടിയോ? ഡിലൈറ്റ്സ് ആൻഡ് പസിൽസ് കിട്ടിയോ? വായിച്ചാൽ മതിയോ? അപ്പൊ ഇതിനകത്ത് ആ പറയുന്നത് ഈ ട്രാൻസെൻഡന്റ് ആൻഡ് ട്രാൻസ്ഫൈനൈറ്റ് നേച്ചർ ഓഫ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ അന്ന് പറഞ്ഞില്ലായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പിന്നെ ഡെസ്കാർട്ടസ് പറയുന്നുണ്ട് മാത്തമാറ്റിക്സിന് രണ്ട് കാറ്റഗറിയിൽ പെടാം. പിന്നെ when order is thought of, we refer to vertical component, and when measure is thought of, it is horizontal, quantitative and arithmetical. appa vaakukal ശ്രദ്ധിച്ചോണേ when measure is thought of, it is horizontal. ഇതൊക്കെ ഒരുമിക്കണം. horizontal, quantitative, arithmetical. നമ്മൾ പറയുന്ന a posteriori പോലെ horizontal, അത് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയും, ആൻഡ് അരിത്മെറ്റിക്കൽ അങ്ങനെ പറയുന്നു. വെൻ ഓർഡർ ഇസ് തോട്ട് ഓഫ്, വി റിഫർ ടു ദ വെർട്ടിക്കൽ കോമ്പണന്റ്. അത് കഴിഞ്ഞിട്ടാ പറയുന്നത് ദർ ആർ യൂണിവേഴ്സൽ ഗ്രൂപ്പ്സ് ഓർ എൻസെമ്പിൾസ് പറഞ്ഞ കൂട്ടായ്മ ഇൻ ആൻ ഇൻഫിനിറ്റ് സീരീസ് വിച്ച് കൂട്ടായ്മ ഒരു പ്രത്യേക തരം കൂട്ടായ്മ. ദർ ആർ യൂണിവേഴ്സൽ ഗ്രൂപ്പ്സ് ഓർ എൻസെമ്പിൾസ് ഇൻ ആൻ ഇൻഫിനിറ്റ് സീരീസ് which when taken with a zero, ആ സീറോ ഏത് സീറോ ആയിരിക്കും? നമ്മുടെ ആ ആക്സിസിലുള്ള ഒരു സീറോ ആയിരിക്കും ഇല്ലേ? ഹോറിസോണ്ടലും വെർട്ടിക്കൽ ആക്സിസ് ക്രോസ് ചെയ്യുന്നിടത്ത് സീറോ. അതിനപ്പുറം മുകളിലോട്ട് പോകുമ്പോഴല്ലേ ആബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് ലെവൽ വരുന്നത്. ഓർക്കുന്നുണ്ടോ? കാരണം ഹോറിസോണ്ടൽ ലൈനിൽ നിൽക്കുന്ന എന്താണ്? പെർസെപ്ഷൻസ് ആണ്. പെർസെപ്ഷൻസ് വിൽ ബി ഇന്ദ്രിയ തലവും മൈൻഡും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സീറോ ആണ്.
കുറച്ചുകൂടെ വെർട്ടിക്കലിലും കുറച്ചുകൂടെ ഹയർ ലെവലിൽ പോകുമ്പോഴല്ലേ കോൺഷ്യസ്നെസ് ലെവൽ അല്ലെങ്കിൽ ആബ്സല്യൂട്ടിന്റെ ആ ലെവൽ വരുന്നത്. അതും കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഒമേഗ പോയിന്റ് അല്ലെങ്കിൽ ഗോഡ് എന്ന് വരുന്നത്. അപ്പൊ ആ സീറോ ആണ് ഇത്, ആണോ? ചിന്തിക്കണം. So there are universal group or ensembles in an infinite series which, when taken with a zero, refer to the proper and improper elements, which between them distinguish respectively the same horizontal and vertical aspects the world of mathematics. So proper എന്ന് പറയുന്ന എലിമെന്റ്സ് ഹൊറിസോണ്ടലും ഇംപ്രോപ്പർ എന്ന് പറയുന്നത് റിഫേഴ്സ് ടു ദ വെർട്ടിക്കൽ ആസ്പെക്ട് ഇൻ ദ വേൾഡ് ഓഫ് മാത്തമാറ്റിക്സ്. അപ്പൊ ആ സംഗതിയാണ് ഇവിടെ അവര് പറയുന്നത്. സ്പേസിനെ കുറിച്ച് പലതും പറഞ്ഞിട്ട് അതിന് കണ്ടിന്യൂറ്റി ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ആണ്, എക്സ്പാൻഷൻ പോലെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അൻസംബിൾസ് ഉണ്ട്, സീരീസ് ഓഫ് ഡിഫറെന്റ് സ്പേസസ്, 1:1 കോറസ്പോണ്ടൻസ് എന്നൊക്കെ പറയുന്നുണ്ട്, ഡിഫറെന്റ് പോയിന്റ്സ് അണ്ടർസ്റ്റുഡ് ആസ് അൻസംബിൾസ് ഓൺ ഗ്രൂപ്പ്സ്. അപ്പൊ അനുസരിച്ച് നമ്മൾ ഇത് ഈ സെക്ഷനിൽ വരുവാണ് കേട്ടോ. പ്രൊജക്റ്റീവ് സ്പേസ് brings in the idea of continuity and disparity together in the analysis of space with its 1:1 correspondence between points understood as ensembles or groups, കൂട്ടായ്മ of points within its own abstract variety of space. Variety of space നമ്മുടെ ജോമെട്രിയുടെ അതിനകത്ത് വരുന്നുണ്ട്. ജോമെട്രി അത് വേറേത്. ദിസ് ഇസ് വെറൈറ്റി ഓഫ് സ്പേസ്. സ്പേസിനെ കുറിച്ച് പറയുന്നത്. All these emancipating factors have been operating in our times, justifying more and more a structural language. അപ്പൊ സ്പേസ്, ജോമെട്രി ഒക്കെ പറഞ്ഞിട്ട് സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ട് പല ഷേപ്സ് ഉള്ളത് വരാം, പല കളേഴ്സ് ഉള്ളത് വരാം, പല പലതരം സ്പേസുകൾ വരാം. ഇതെല്ലാം എടുക്കുമ്പം they have a structural language helping in the analysis or integration of all proper and improper elements. അപ്പോൾ പ്രോപ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഹോറിസോണ്ടൽ ലൈൻ, മറ്റേത് വെർട്ടിക്കൽ, ആ രീതിയിൽ. എന്നിട്ട് all these factors must be evident to the reader already from what we have said above. What we wish especially to outline here is that the utility and the workability, or the vogue into which a certain structure has entered in itself, what makes it sufficiently interesting for us to adopt. This is particularly so when we are helplessly grouping, as it were, for a convenient model so as to adopt it at least as a working basis for a purpose of this study. Appo we are referring here to a model most widely used by paint dealers for fixing the meaning of all kinds of possible color variation. സ്പേസും ജോമെട്രിയും എല്ലാം പറഞ്ഞിട്ട് ആ മോഡല് പലതരം സ്പേസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ജോമെട്രി ഒക്കെ പറഞ്ഞിട്ട് എലിപ്സ് പോലെ പിന്നെ ഓരോ കളേഴ്സ് കൊടുക്കാം, സർക്കിളായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചരിച്ച് വരയ്ക്കുവാണെങ്കിൽ ഹൈപ്പർബോള അല്ലെങ്കിൽ പാരബോള പോലെ കളേഴ്സ് കൊടുക്കാം. അങ്ങനെ വരുമ്പം പല കളേഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പൊ ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ ബ്ലൂവിന്റെ പല ഹ്യൂസ് കാണത്തില്ല, പല നിറങ്ങള്, ലൈറ്റ് ബ്ലൂ, പിന്നെ മീഡിയം ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അങ്ങനെ പല 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 കളേഴ്സ് കാണും. സ്കൈ ബ്ലൂവും പീകോക്ക് ബ്ലൂവും. അപ്പൊ ഈ കളേഴ്സ് എല്ലാം അവരിങ്ങനെ ഇത് വരയ്ക്കുവാണെങ്കിൽ ഈ സ്പേസിന് കോണിനുള്ളിൽ അവര് അതിന് നമ്പേഴ്സ് ഏതെങ്കിലും കൊടുക്കും. എന്നിട്ട് അപ്പോൾ നോക്കുമ്പം എന്തോരം എക്സ്റ്റൻഷൻ ആണുള്ളത്. ആ ഹോറിസോണ്ടൽ ലൈനിൽ എത്രത്തോളം വേരിയേഷൻ ആണ് അവിടെ വരുന്നത്, കണ്ടിന്യൂവേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. സോ we are referring here to a model now widely used by paint dealers for fixing the meaning of all kinds of possible color variation. Space has been conceived in qualitative terms in the structural model we have just referred to now. It is also sometimes called the color solid.
how it is constituted has been described in detail by us already in the monograph devoted to a language for unified science in page 87 to 88. See the footnote of page 87 to 88. അപ്പോൾ ഫോർ റെഡി റെഫറൻസ്, അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വെബ്സ്റ്റേഴ്സ് ന്യൂ ഇന്റർനാഷണൽ ഡിക്ഷണറിയിൽ നിന്നും അവര് ആ കളറിനെ കുറിച്ച് പലതും പറഞ്ഞില്ല. ക്രോമാറ്റിക്, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, എന്നിട്ട് പിന്നെ ഈ ബ്ലാക്കും ഗ്രേയിന്റെ ഇടയ്ക്കുള്ള കളേഴ്സ്, ഗ്രേയും വൈറ്റിന്റെ ഇടയ്ക്കുള്ള കളേഴ്സ്, പിന്നെ മറ്റേ പല കളേഴ്സ്, ഓൾ കളേഴ്സ്, ഡിവിസിബിൾ, അങ്ങനെ ക്രോമാറ്റിക് ആൻഡ് എക്രോമാറ്റിക്, അതൊക്കെ ആ മോഡലിൽ പിന്നെ പെയിന്റിങ്ങിന്റെ വരുമ്പോൾ അവിടെയും ഇതുപോലെ പല പിന്നെയും കോംപ്ലക്സിറ്റീസ്, എക്സ്റ്റൻഷൻസ് തന്നെ വരുന്നത്. ആ എക്സ്റ്റൻഷൻ വരുവാണെങ്കിൽ, ആ സ്ട്രക്ചറൽ മോഡൽ ഇവിടെ പാലിക്കപ്പെടുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഇനിയും എന്താണ് പറയുന്നത്, ഇത് ക്ലോസസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്താണെന്ന് നോക്കണം. ബാക്കി റീഡിങ്ങിൽ നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ പാരഗ്രാഫ് മൊത്തം തീർന്നല്ല. ദാറ്റ് ഈസ് കളർ എന്ന് പറയുന്നത്, ദാറ്റ് ഹോൾ തിങ് വൺ ബിഗ് ചങ്ക് ആണ്. അത് കാർമൈൻ കളർ, റെഡ് ഇൻ ഹ്യൂ ഓഫ് ഹൈ സാച്ചുറേഷൻ ആൻഡ് ലോ ബ്രില്യൻസ്. അവിടെ വരെ നമ്മൾ ആ കളർ ഗാമറ്റിനെ കുറിച്ച് പഠിക്കണം. കളർ സൈക്കിൾ, കളർ ഹ്യൂ സൈക്കിൾ, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കണം. അതിനെ ഡിഫൈൻ ചെയ്യാൻ പല വേർഡ്സ് ഉള്ളത്. അപ്പൊ ഗ്രേ അവിടെ അതിനകത്തും പറയുന്നുണ്ട്, കോറസ്പോണ്ടിങ് ടു ഈച്ച് ഗ്രേ ഇസ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് in which lie the points representing all colors of equal brilliance. അപ്പോൾ അവിടെയും വെർട്ടിക്കൽ ആക്സിസ് അവിടെയും വരുന്നുണ്ട്, എക്ഷ്യൽ പോയിന്റ്സ് ഓഫ് ദ ഗ്രേ. അപ്പോൾ ഇനിയും ഉണ്ട് അതിനകത്ത് മനസ്സിലാക്കാൻ നമുക്ക്. അതെങ്ങനെ അവർ ചെയ്യുന്ന ഓരോ കളേഴ്സ്, ഈ 3 എണ്ണം മാത്രം, ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രേ. ആ ഗ്രേയിന് ഇൻ ബിറ്റ്വീൻ ഉള്ളതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഈ പാട്ടോട് പോകണം നമുക്ക് ഇന്ന്. വേണ്ട. അപ്പൊ ഇത് ഇത്രയും വിചാരിച്ചാൽ മതി. നമുക്കിനി ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഓൾറെഡി യൂസ്ഡ് ഒരു സ്ട്രക്ചറൽ മോഡൽ ഇൻ ദ പെയിന്റ് ഇൻഡസ്ട്രിയാണ്. അത് ഈ കോണിനെ വെച്ചാണ് അത്രേ. ഞാനപ്പം ശരിക്കും ഗൂഗിളിൽ പോയി നോക്കി. അപ്പൊ കോണിക് ആൻഡ് പെയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊരു പെയിന്ററിനോട് ശരിക്കും തന്നെ ചോദിക്കണം, ഇങ്ങനെ അവർക്ക് ഒരു ഉണ്ടോ, അവരതെങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്, ആ കാര്യം ഒന്ന് ചോദിച്ച് ആ ഒരു ഇൻഫർമേഷൻ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ, അതിൻ്റെ ഒരു മോഡൽ കിട്ടിയാലും മതിയായിരുന്നു. അത് കിട്ടുവാണെങ്കിൽ ചരഞ്ജി എനിക്കൂടെ ഒന്ന് അയച്ചേക്കണേ, നമുക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ. ഞാനൊന്ന് നോക്കാം. ഐ കീപ് ഹണ്ടിങ് ഇൻ മൈ വാട്സ്ആപ്പ്, ഗൂഗിൾ ആൻഡ് സീ wherever I can get it, I will send it to you. You also send it to me. So let us see how we can incorporate in that color representation the geometries of parabola or hyperbola or circle or ellipse within that cone. അപ്പോൾ അവിടെ നോക്കാം നമുക്കിപ്പോൾ. ഞാനോട് ഇരുന്ന് സെർച്ച് ചെയ്യാം. കാരണം ഇന്ന് നമ്മൾ എളുപ്പം ചെയ്തതും കൊണ്ട് കുറച്ചു നേരം ഇരുന്ന് നമുക്ക് രാത്രിയിൽ ഇരുന്ന് വായിക്കാൻ പറ്റും കുറച്ചുകൂടെ മറ്റേ പാട്ടോട്. We humbly bow and surrender ourselves to the effulgence of the absolute. Love, bliss. Hari Om.